ഇന്ന് തിരുമോൾക്ക് പല്ല് ഡോക്ടറേക്ക് പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ മണ്ണാർക്കാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ ഷോപ്പിൽ രണ്ടാളന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് അവൾക്ക് പുറത്ത് പോകാൻ വേണ്ടി നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തിരുമോളും മിച്ചുമോളും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഷോപ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നല്ല മോഡൽ പാദസരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലിലിട്ട് ഞാൻ എൻ്റെ ഇളയച്ചികൾക്ക് രണ്ടാൾക്ക് കൊടുന്ന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഞാൻ ഫോട്ടോ വീഡിയോസൊക്കെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല മോഡൽ വളകളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി കളിക്കുന്ന വളകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ മോതിരങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് നമ്മളെ പുതിയ ആൽമയുടെ അടുത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അതുപോലെ കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ്, റിബൺ, ക്രാബ് അങ്ങനെ എല്ലാ ഐറ്റംസുകൾ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സിസ്റ്റർ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും തിരുമോളും മിച്ചും പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ അവളെ പോയി ഞങ്ങൾ കാണിച്ചു ഡോക്ടറെ. അപ്പോൾ അവളെ പല്ലിൽ കമ്പി ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു പോരുമ്പോൾ മിച്ചുമോൾക്ക് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അതും വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് നേരെ ഷോപ്പിലോട്ട് പോന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കാൻ ടൈമായിരുന്നു. പിന്നെ ഷോപ്പിൽ കയറി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ടൈമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ആ ഷോപ്പിൽ ഇരുന്ന് ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ പോയത് ഇസാക്കിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദിൻമോൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദിൻമോൾക്ക് ഡ്രസ്സൊക്കെ അവിടെ കുറച്ച് നേരമൊക്കെ നോക്കി അങ്ങനെ അവിടെ നിന്ന് കിട്ടി. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് അങ്ങനെ തിരിച്ച് പോകുന്നു കേട്ടോ. മിച്ചുമോൾക്ക് പിന്നെ എടുത്തിട്ടില്ല. പിന്നെ ഒരു ദിവസം ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മിച്ചുമോൾക്ക് ചെരുപ്പൊക്കെ ഫാൻസി അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.